ഇന്നലെ മോർണിംഗ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ 6 മണിക്കൂറാണ് കിടന്നുറങ്ങിയത്. അതുകൊണ്ട് പിന്നെ നൈറ്റ് എനിക്ക് ഉറക്കം വരുന്നില്ലായിരുന്നു. ഞാൻ ഏകദേശം ഒരു 3 മണിക്കൂറാണ് രാത്രി കിടന്നത്. ഇപ്പം അതുകൊണ്ട് നല്ല ക്ഷീണവും നല്ലോണം ഉറക്കവും വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ഡ്യൂട്ടിക്ക് പോകണം. അപ്പം ഞാൻ പോയിട്ട് റെഡി ആയിട്ട് വരാം. ഈ ആഴ്ച ജർമ്മനിയിൽ നല്ലോണം ചൂടാണ്. അതുകൊണ്ട് രാവിലെ ഇതുപോലത്തെ സ്ലീവ്ലെസ് ടോപ്പൊക്കെ ഇട്ട് ഡ്യൂട്ടിക്ക് പോകാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. നോർമലി ഞാൻ ഓവർനൈറ്റ് ഓട്സ് പ്രിപ്പയർ ചെയ്ത് വെക്കാറുണ്ട്. പക്ഷെ ഇന്നലെ അത് പറ്റിയില്ല. നോർമലി ഞാൻ ഇതുപോലത്തെ 1-2 ബിസ്ക്കറ്റ്സ് ഓവർനൈറ്റ് ഓട്സിനകത്തേക്ക് ഇടും. നോ ഷുഗർ ബിസ്ക്കറ്റ്സ്, അതാകുമ്പോൾ എക്സ്ട്രാ ഷുഗർ ആഡ് ചെയ്യേണ്ട, നല്ല ടേസ്റ്റ്. പിന്നെ അതിന്റെ കൂടെ ചില സമയത്തൊക്കെ ഹോൾ ഗ്രെയിൻ ബ്രെഡ് കൂടി എടുക്കാറുണ്ട്. ഹോസ്പിറ്റലിൽ വന്ന് യൂണിഫോം ചേഞ്ച് ചെയ്ത് ഇനി ഒരു 6 to 10:30 വരെയൊക്കെ മോർണിംഗ് റൗണ്ട്സ്, ഫ്ലേഗ്, മെഡിക്കേഷൻസ് ഒക്കെ ആയിട്ട് ബിസി ആയിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഫൈനലി ബ്രേക്ക് ടൈം. ഇത്രയും ചൂട് കൂടി നിൽക്കുന്ന സമയമായതുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്നും സ്റ്റാഫിന് എല്ലാവർക്കും ഇതുപോലത്തെ ഒരു ക്യൂൾ ട്യൂഷർ കിട്ടി. ഇത് കുറച്ച് നനച്ചിട്ട് കഴുത്തിലിടുവാണെങ്കിൽ കുറച്ച് നേരത്തേക്ക് നല്ലൊരു റിലീഫാണ്. അതുമാത്രമല്ല, നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഫ്രീ ആയിട്ട് ഇതുപോലത്തെ ഐസ്ക്രീം ഏത് ഫ്ലേവർ വേണമെങ്കിലും നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും കഴിക്കാം. ഇതിപ്പോൾ 2ാമത്തെ ടൈമാണ്. ഇതൊക്കെ ഓരോരുത്തരുടെ ഗാർഡനിൽ ഉണ്ടാവുന്നത് അവർ കൊണ്ടുവന്ന് വിൽക്കുന്നതാണ്. ഞാൻ ഡെയിലി ഉപയോഗിക്കുന്ന ഫൗണ്ടേഷൻ എൽഫിന്റെ ഷെയ്ഡ് നമ്പർ മീഡിയം പ്ലസ് ടാൻ ആണ്. അതിന്റെ കൂടെ ഈ ഒരു മാസ്ക് കൂടെ കണ്ടപ്പോൾ വാങ്ങിച്ചു. എന്ത് ചെറിയ ഷോപ്പിംഗ് ആയാലും എനിക്ക് DM കൂടെ കയറിയില്ലെങ്കിൽ ഒരു സമാധാനമില്ല. വിറ്റാമിൻ സി സിറം ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഞാൻ ഡെയിലി ഉപയോഗിക്കുന്ന ഒരാളാണ്. ബ്രാൻഡ് ഗീക്ക് ആൻഡ് ഗോർജിയസ് എന്ന് പറയുന്ന ബ്രാൻഡാണ്. നല്ലൊരു ബ്രാൻഡാണ്. എനിക്കറിയില്ലായിരുന്നു. ഞാനിപ്പം അടുത്തായിട്ടാണ് ഇങ്ങനൊരു കാര്യം അറിഞ്ഞത്. ഞാൻ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം. മിക്ക വിറ്റാമിൻ സി സിറവും നമ്മൾ കൂൾ ടെമ്പറേച്ചറിലായിരിക്കും വെക്കുക. മോസ്റ്റ് ഓഫ് ദ ടൈം ഫ്രിഡ്ജിലായിരിക്കും നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. ട്രാൻസ്പെറൻറ്റ് സിറമാണിത്. ഉപയോഗിച്ച് തീർന്നതാണ്. ഭയങ്കര ഡാർക്ക് യെല്ലോ ഷെയ്ഡാണ്. വിച്ച് മീൻസ് അത് ഓക്സിഡൈസ്ഡ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ആക്ച്വലി വിറ്റമിൻ സി ഉപയോഗിച്ചിട്ട് കിട്ടുന്ന എഫക്റ്റ് എന്താണോ അതിന് വിപരീതമായിട്ടുള്ള എഫക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഇത് വന്നിട്ട് ഡെങ് മിറ്റിന്റെ വേഷസ് ടെമ്പിൾ ആണ്. ക്ലോസറ്റ്സിലൊക്കെ നല്ല സ്മെൽസ് വരാനായിട്ട് ഞാനിത് കുറേ റീൽസിലൊക്കെ കണ്ടിട്ട് ഇന്ന് ആദ്യമാണ് ട്രൈ ചെയ്യുന്നത്. ഇനി ഞാൻ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ടൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ. സീ യു ഓൺ മൈ നെക്സ്റ്റ് വ്ലോഗ്.